ഹലോ മീഡിയോസ്. അപ്പം മരുന്ന് മാറി നൽകുക എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്തായിട്ട് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ കൂടുതലായിട്ട് അത് സംഭവിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം കൂടി കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ കുഞ്ഞിന് മരുന്ന് മാറി നൽകിയതിൻ്റെ പേരിൽ വലിയ ഇഷ്യൂ നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, ഞാൻ എപ്പോൾ ഏത് പ്രിസ്ക്രിപ്ഷൻ കിട്ടിയാലും ഏജ് നോക്കും, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പേരും ഒക്കെ കൺഫേം ചെയ്യാറുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ അഡൾട്ട് ഡോസേജിൻ്റെ മരുന്നാണ് എഴുതിക്കുന്നത്. ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ മരുന്നല്ല അതിന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ വിളിച്ചു ചോദിച്ച് കൺഫർമേഷനൊക്കെ എടുത്തപ്പോഴത്തേക്കും തൊട്ട് മുമ്പ് കണ്ട ഒരു അഡൾട്ട് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ മരുന്നിൻ്റെ ഡീറ്റെയിൽസ് ആയിപ്പോയി കുഞ്ഞിന് എഴുതിയത് എന്നുള്ളതാണ്. അത് എത്ര വലിയ അപകടമായിരുന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ ചിന്തിക്കാവുന്നതാണ്. പക്ഷെ അതെല്ലാം ശരിയാക്കി എന്തായാലും. അപ്പോൾ പലപ്പോഴും പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഈ കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്നത് മിക്കവാറും സീനിയർ ഡോക്ടർമാരൊക്കെ വളരെ കുറവാണ്. പഠിക്കുന്ന കുട്ടികളും ഹൗസ് സർജൻസിയും ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും പ്രിസ്ക്രിപ്ഷനെ കുറിച്ചാണ്, അതായത് ഓൾ ഫാർമസിസ്റ്റുകൾക്കും ഫാർമസി അസിസ്റ്റൻറ്റുകൾക്കും അതുപോലെ തന്നെ മരുന്ന് വാങ്ങുന്നവർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫാർമസിയിലുള്ളവർ ഒരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് വന്നാൽ നമ്മൾ എന്താണ് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ വന്നു, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിലുള്ള മരുന്നുകൾ വായിക്കാനല്ല പോകേണ്ട. ആ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ അതിൽ ഏജും അതിൻ്റെ പേഷ്യൻറ്റിൻ്റെ പേരും നോക്കുക. എന്നിട്ട് കൊണ്ടുവന്ന ആളോട് അത് കൺഫേം ചെയ്യുക. ഇന്ന ആളാണോ ഇന്ന വയസ്സാണോ അത് കൺഫേം ചെയ്യുക. കാര്യം പ്രിസ്ക്രിപ്ഷൻ മാറിപ്പോകുന്ന ഒരുപാട് കേസുകളുണ്ട്. കാര്യം ഹോസ്പിറ്റലിൽ നിന്ന് മാറിക്കൊടുത്തേക്കുക. ചിലപ്പോൾ പറയാൻ പറ്റില്ല, കുഞ്ഞിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തന്നെ ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ വലിയവരുടെ ആ ആളിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തന്നെ ആയിരിക്കണമെന്നില്ല. ഈവൻ ചിലപ്പോൾ കൈ കിട്ടിയിട്ടുണ്ടാവാം, മാറിപ്പോകാം. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഫാർമസിസ്റ്റ് ആണെങ്കിലും ഫാർമസി അസിസ്റ്റൻ്റ് എല്ലാവരും അത് ഫസ്റ്റ് കൺഫേം ചെയ്യണം. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അതിൽ എഴുതിയിരിക്കുന്ന മരുന്നുകൾ കംപ്ലീറ്റ് ആയിട്ടും വായിച്ചു നോക്കുക. കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മരുന്നിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സീനിയർ ഫാർമസിസ്റ്റിനെയോ അല്ലെങ്കിൽ ആരാന്ന് വെച്ചാൽ സീനിയർ ആയിട്ടുള്ള ഫാർമസിസ്റ്റിനെ കാണിച്ച് കൺഫേം ആക്കുക. ഫസ്റ്റ് തന്നെ ഒരു സംശയം ഉള്ളിൽ വെച്ച് ഒരിക്കലും ആ മരുന്ന് എടുക്കരുത്. ആദ്യമേ തന്നെ എഴുതിയിരിക്കുന്ന മരുന്നുകൾ കംപ്ലീറ്റ് വായിച്ചു നോക്കുക. അതെല്ലാം നമുക്കിവിടെ ഉള്ളതാണോ എന്ന് കൺഫേം ചെയ്യുക. മാത്രമല്ല, ഇത്ര ഡേയ്സിനായിട്ട് ആയിരിക്കും എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതിയിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലിപ്പം അതിൻ്റെ ഫുൾ കോഴ്സ് ഇല്ല. നമ്മുടെ കയ്യിൽ ഒരു 3 എണ്ണേ ഉള്ളൂ, 6 എണ്ണം വേണം. നമ്മൾ ആ 3 എണ്ണം കൊടുത്തിട്ട് മിണ്ടാണ്ടിരിക്കരുത്. അവരെടുത്ത് ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക. ഇത്രയും മരുന്നുകൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മരുന്ന് നിങ്ങൾ കഴിച്ചു തുടങ്ങുക. തീരുന്നതിനകത്ത് ഒന്നുകിൽ നമ്മൾ ആ മരുന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മരുന്ന് മേടിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് മേടിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ, അവർക്കെല്ലാം കഴിക്കാൻ പറ്റുന്നതാണോ, എല്ലാ മരുന്നുകളും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് തന്നെ നമ്മൾ തീർപ്പാക്കണം. എല്ലാം ഉറപ്പിച്ച് സംസാരിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ പോയി മരുന്നെടുക്കേണ്ടത്. അപ്പോൾ ഒരു കാരണവശാലും അസിസ്റ്റൻ്റ് ട്രെയിനീസിനെ കൊണ്ട് പ്രിസ്ക്രിപ്ഷൻ വായിച്ച് മരുന്നെടുപ്പിച്ച് കൊടുക്കാൻ നിങ്ങൾ തുനിയരുത്. എപ്പോഴും ഒരു സീനിയർ ഫാർമസിസ്റ്റിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിലൂടെ ആയിരിക്കണം പ്രിസ്ക്രിപ്ഷൻ വായിച്ച് ആ മരുന്ന് എഴുതി കൊടുത്ത് കറക്റ്റ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതൊരു ട്രെയിനീസിനെ ഒരിക്കലും ഏൽപ്പിക്കരുത്. അവരെ കൊണ്ട് നിങ്ങൾ റാക്കിൽ നിന്ന് മരുന്ന് എടുപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങളിലൂടെ മാത്രം അത് കൺഫേം ആക്കിയിട്ട് വേണം കൊടുക്കാൻ. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി മരുന്നുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇനി വന്ന് നിൽക്കുന്ന ആള് ആരോ ആവട്ടെ, എങ്ങനെയാവട്ടെ, അവർക്ക് മരുന്നിനെ കുറിച്ച് എല്ലാം അറിയുന്ന ആളാവട്ടെ, അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ മരുന്നും പേരെഴുതി കവറിലിട്ട് അത് കഴിക്കേണ്ട വിധം കറക്റ്റായിട്ട്, ആഫ്റ്റർ ഫുഡാണോ ബിഫോർ ഫുഡാണോ എത്ര സമയമാണോ എങ്ങനെയാണോ എല്ലാം കറക്റ്റായിട്ട് വ്യക്തമായി എഴുതി കൊടുക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇപ്പോൾ ഫാർമസിസ്റ്റ് തന്നെ ആയിരിക്കാം, ഡോക്ടർ തന്നെ ആയിരിക്കാം, ആയിക്കോട്ടെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കറക്റ്റായി ചെയ്യണം. നമ്മൾ എഴുതി തന്നെ കൂടെ. അവർ പറയും വേണ്ട കുഴപ്പമില്ല ഇങ്ങനെ ഇട്ടൊന്നും ഞാൻ കൊണ്ടുപോയി കഴിച്ചോളാം, പക്ഷേ ഒരിക്കലും പാടില്ല. കാര്യം ഇവരായിരിക്കില്ല ആ മരുന്ന് കഴിക്കുന്നത്. ഇവർ കൊണ്ടുപോയി കൊടുക്കുന്നത് ചിലപ്പോൾ ഇവരുടെ വീട്ടിൽ മരുന്നിനെ കുറിച്ച് യാതൊരു ബോധവും അല്ലെങ്കിൽ ഒരു അവബോധവും ഇല്ലാത്ത ആളിനായിരിക്കാം ഇവർ കൊണ്ടു കൊടുക്കണം. എന്നിട്ട് ഇവർ പറഞ്ഞു കൊടുക്കും, ഇന്ന പോലെ കഴിക്കണം കേട്ടോ, ഇങ്ങനെ കൊടുക്കും. അവർ കഴിക്കുന്നത് എത്രത്തോളം ശരിയായിരിക്കും നമുക്കറിയില്ല. അപ്പം നമ്മൾ റെസ്പോൺസിബിലിറ്റി ചെയ്യണം. നമ്മൾ എഴുതി തന്നെ കൊടുക്കണം. അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ എഴുതി തന്നെ കൊടുക്കണം. അത് കൊണ്ടുപോയി അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. പക്ഷെ ആരും അത് ചെയ്യാറില്ല. മാക്സിമം എല്ലാവരും ഇങ്ങനെ കവറിലിട്ട് അങ്ങ് കൊടുക്കും. മൊത്തം കവറിൽ മരുന്നാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ കഴിക്കേണ്ട വിധം കറക്റ്റായിട്ട് എഴുതി കൊടുക്കണം. ഇനി ഈ മരുന്നുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബില്ലടിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ മരുന്നുകളുടെ എല്ലാം ഡേറ്റ് കൺഫേം ചെയ്യണം. നിങ്ങൾക്ക് എത്ര ഷുവർ ആണെങ്കിലും അത് കറക്റ്റാണ് നിങ്ങൾ എടുത്തപ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എക്സ്പയറി ഉള്ളതാണ്, നോക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾ കൊടുക്കുന്ന മരുന്നിൽ ഡേറ്റ് മസ്റ്റായി നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളുടെ മരുന്ന് എടുക്കുമ്പോൾ നിങ്ങൾ 3 വട്ടം ചെക്ക് ചെയ്യണം.
ഒരാളും കൂടി റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാമത് എക്സ്പയറി കമ്പൾസറി ആയിട്ട് നോക്കണം, ഡോസേജ് നോക്കണം, മരുന്ന് സെയിം ആണോ നോക്കണം, അത് കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നോക്കേണ്ടത് എക്സ്പയറി ഡേറ്റ് കറക്റ്റായി നിങ്ങൾ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം. ഇനി അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന മരുന്നിൻ്റെ ഡോസേജ്, അതായത് 200 ആണോ 250 ആണോ 500 ആണോ, അത് മാറിപ്പോകാൻ പാടില്ല. ഇപ്പോൾ ഒരു പേരിൽ തന്നെ ഒരുപാട് ഡോസേജ് വരുന്നത്, അതായത് ഇപ്പോൾ റെവലോൾ എന്നൊരു മരുന്ന് എടുക്കുകയാണെങ്കിൽ റെവലോൾ AM 50/5 ഉണ്ട്, 50/2.5 ഉണ്ട്, 25 അങ്ങനെ, അത് XL 50, XL 25X, അപ്പോൾ അതുപോലെ കുറേ ഉണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും മരുന്നുകൾ ഡോസേജ് പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതിയിരിക്കുന്നത് ഏതാണെന്ന് കൺഫേം ചെയ്ത് തന്നെ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പടിപടിയായി ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ കിട്ടിയാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഏജ് നോക്കുക, ആളത് തന്നെയാണോ എന്ന് ഉറപ്പിക്കുക പേഷ്യൻ്റ്. രണ്ടാമത് ആ മരുന്നുകളെല്ലാം നിങ്ങൾക്ക് അവിടെ ഉള്ളതാണോ, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മരുന്നെടുക്കുമ്പോൾ എക്സ്പയറി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഓരോ മരുന്നുകളും കവറിലിട്ട് പ്രത്യേകം എഴുതി കൊടുക്കുക. പിന്നെ മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് പേഷ്യൻറ്റിനോട് ഒരു കാര്യം ചോദിക്കാം, മരുന്നിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി പറയുക. ഇനി മെയിനായിട്ട് ഞാൻ ഒരു സംഭവം പറയാം. കാലാകാലങ്ങളായി നിലനിന്ന് വരുന്ന ഒരു സംഭവമാണ്, ഡോക്ടറോട് ഒരു മരുന്നിനെ കുറിച്ച് ഡൗട്ട് ചോദിക്കാൻ എല്ലാവർക്കും പേടിയാണ്. ഡോക്ടർക്ക് എന്തെങ്കിലും തോന്നുമോ? ഈ ഒരു കാര്യം മനസ്സിലിട്ടാണ് എല്ലാവരും. കാര്യം ഡോക്ടറെ കാണുന്നത് നമ്മളൊരു ദൈവത്തിന് തുല്യമാണ്. ഇപ്പം ഭയങ്കര ബഹുമാനം കൂടിയതിൻ്റെ കൊണ്ടായിരിക്കാം നമ്മൾക്ക് മരുന്നിൻ്റെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് നമുക്ക് ഡോക്ടറോട് ചോദിക്കാൻ ഭയങ്കര പേടിയാണ്, ടെൻഷനാണ്. പക്ഷേ ഡോക്ടർ എന്തെങ്കിലും വിചാരിച്ചാലോ എന്നുള്ള കാര്യം, അത് കാലാകാലങ്ങളായി നിലനിന്ന് വരുന്ന ഒരു ആചാരമാണ്. അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഞങ്ങൾ ഫാർമസിസ്റ്റുകളോട് ചോദിക്കാം. ഇത്തിരി പുച്ഛമൊക്കെ ഏറ്റുവാങ്ങുന്നവരാണ് നമ്മൾ എങ്കിലും നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ആ ദൈവത്തിനേക്കാൾ വലിയ ആളാണ് നമ്മളെന്ന് നമ്മൾ എടുത്തു പറയും. നമ്മളോട് എന്തായാലും ചോദിക്കുക, എല്ലാ ഡൗട്ടും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ധൈര്യമായി നിങ്ങൾ ചോദിക്കാം. അതൊരു കാര്യം. ഇനി ഈ മരുന്ന് വാങ്ങുന്നവരുടെ കാര്യം, അവരും കൂടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ അവിടെ വെച്ച് തന്നെ ഒന്ന് കൺഫേം ചെയ്യുക. എന്താണ് നിങ്ങൾക്കത് വായിക്കാൻ പറ്റുമോ, അത് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ആ സമയത്ത് അവിടെ വെച്ച് തോന്നി അത് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ വെച്ച് ചോദിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കൊണ്ടുപോകാം. ഇനി ഇപ്പം ഈ ഫാർമസിസ്റ്റുകൾക്കും ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നവർക്കുമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ വാങ്ങാൻ വരുന്നവർക്ക് ഇതെല്ലാം ഇവർ ചെയ്തു തരണമെന്ന് ഷുവറല്ല. അവരെല്ലാം മരുന്ന് പെട്ടെന്ന് നോക്കി എടുത്ത് തിരക്കായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര ക്യൂലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് വേഗം ഇങ്ങനെ എടുത്ത് സംഭവം റെഡിയാക്കിയും കൊടുക്കും. അപ്പോൾ വാങ്ങാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, തങ്ങൾക്കുള്ള മരുന്ന് തന്നെയാണോ തന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. നിങ്ങൾക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംശയം അവിടെ വെച്ച് തീർക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര നടന്ന ഒരു സംഭവം, കുഞ്ഞിൻ്റെ മരുന്ന് മാറിപ്പോയി. ഓക്കെ, ഡോക്ടർ മരുന്ന് മാറി നൽകി. ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഏതെങ്കിലും ഒരു ഫാർമസിസ്റ്റിലൂടെ ആയിരിക്കുമല്ലോ അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഡോക്ടർ നേരിട്ടായിരിക്കില്ലല്ലോ മരുന്ന് കൊടുക്കുക. ഏതായാലും ഒരു ഫാർമസിസ്റ്റ് വഴിയാണ് ആ കുഞ്ഞിന് ആ മരുന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഫാർമസിസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മരുന്ന് മാറി എന്നൊരു സംഭവം വരില്ല. അപ്പം തന്നെ നേരെ ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്യാം. ആ കുട്ടിയിലേക്ക് ആ മരുന്ന് മാറി എത്തില്ല, കുട്ടി അത് കഴിക്കേണ്ട സാഹചര്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർക്ക് അങ്ങനെ പറ്റിയാലും നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത് സുരക്ഷിതമായിരിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മരുന്ന് നമ്മുടെ കൈകളിലെത്തിക്കുമ്പോൾ സുരക്ഷിതമായി കുഞ്ഞിന് ആ മരുന്ന് കൊടുക്കേണ്ടി വന്നില്ല, കുഞ്ഞിൻ്റെ ജീവന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മരുന്നിനെ കുറിച്ചുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് മുതൽ അവസാനം വരെ എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കാം, തീർച്ചയായിട്ടും പറഞ്ഞു തരും. കാര്യം ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിൽ എനിക്കതിൽ യാതൊരു മടിയില്ല, ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം പിന്നെ മാത്രമല്ല, ഇനി ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട്. ഈ ഫാർമസിസ്റ്റുകൾ, അതായത് ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നവർ സാധാരണ ഒരു പലവ്യഞ്ജന കടയിലോ ഒരു ടെക്സ്റ്റൈൽസിലോ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒന്നും നിൽക്കുന്ന ജോലിയല്ല. ഡിഗ്നിറ്റി ഉള്ള, റെസ്പോൺസിബിലിറ്റി ഉള്ള, വളരെയധികം കോൺഫിഡൻറ്റോട് കൂടി ചെയ്യേണ്ട ജോലിയാണ്. കാരണം നമ്മുടെ കയ്യിലാണ് പലരുടെയും ജീവൻ ഇരിക്കുന്നത്. നമ്മുടെ ഒരു അശ്രദ്ധക്കുറവ് ജീവൻ എടുത്തേക്കാം, അത് മനസ്സിലായി. അപ്പോൾ അത് അത്രത്തോളം വളരെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈവൻ പേഴ്സണൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആ ഫാർമസിയുടെ വാതിലിന് പുറത്തിട്ടിട്ട് വേണം അകത്തേക്ക് കയറി വന്നാൽ പിന്നെ നമ്മുടെ മൈൻഡ് മുഴുവനും ആ മരുന്നിലായിരിക്കണം, പ്രിസ്ക്രിപ്ഷനിലായിരിക്കണം, വരുന്ന ആൾക്കാരിലായിരിക്കണം. ഭയങ്കര ശ്രദ്ധ കൊടുക്കണം. നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ
തീർച്ചയായിട്ടും. കാരണം അത് ഒരുപാട് സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട്. ദൈവാധീനം കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്കൊന്നും സംഭവിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഒരുപാട് ശ്രദ്ധിക്കണം. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് വളരെ ലാഘവത്തോടെ കളിച്ചും ചിരിച്ചും ഒക്കെ കുട്ടികൾ മരുന്നെടുക്കലും ശ്രദ്ധിക്കാതെ ചെയ്യുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, ദയവ് ചെയ്ത് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻറ്റോട് കൂടി വളരെ ശ്രദ്ധയോട്, കാര്യം ഇപ്പോൾ ഒരുപാട് പുതിയ മരുന്നുകളൊക്കെ ഇറങ്ങുന്നുണ്ട്, ധാരാളം പുതിയ മരുന്നുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അത് നമുക്ക് ഒരു നമുക്ക് പരിചയമുള്ള ഒരു മരുന്നായിരിക്കില്ല. അപ്പോൾ നമ്മുടെ അശ്രദ്ധക്കുറവ് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് കോൺഫിഡൻറ്റോട് കൂടി ഒരു കസ്റ്റമറിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ വാങ്ങി അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ നമ്മുടെ കൈകളിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് സുരക്ഷിതമായി മരുന്ന് കൊടുത്ത് ഏൽപ്പിച്ചു എന്നുള്ളത്. അവർ കൊണ്ടുപോയി കഴിക്കുമ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഭയവും ഉണ്ടാവാൻ പാടില്ല. അത്രയും ഒരു വിശ്വാസം, അവർ ആ വിശ്വാസത്തോടെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിക്കഴിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ.